ലെസീസ് ആർക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ നോമ്പിന് നമ്മൾ മലയാളികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണല്ലോ ഈ നെയ്സ് പത്തിരി. അപ്പോൾ അത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇത് അറിയുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നെ കളിയാക്കാനോ പൊങ്കാലിടാനോ ഒന്നും വരണ്ട. അപ്പോൾ ആർക്കെങ്കിലും അറിയാത്ത ഉണ്ടാവുമെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു വരുതേ. ഇവിടെ ആ പച്ചരി ഞാൻ കഴുകി ഊറ്റിയിട്ട് മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിപ്പിച്ചിട്ട് അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ വറുത്തെടുക്കുന്നത്. ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെ ചെയ്യൽ. ഇത് വെച്ചിട്ടാണ് ഞാൻ നൂൽപുട്ടും പിന്നെ അതേപോലെ കൈപ്പത്തിരി എന്നൊക്കെ പറയും നമ്മളെ നാട്ടിലേക്ക്, അതും ഇതേപോലെ നെയ്സ് പത്തിരി ഒക്കെ ചുട്ടെടുക്കൽ. പിന്നെ അത് ആ പാലപ്പം ഇതുകൊണ്ട് തന്നെ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത് തന്നെ അതിൻ്റെ ഒരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ എനിക്ക് 2-3 പ്രാവശ്യമായി ഞാൻ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നത് മറന്നു പോണതാണ്. പിന്നെ ഞാനിതാ ഒരു കപ്പ് അളവിലാണ് കേട്ടോ ഇവിടെ പത്തിരിപ്പൊടി എടുത്തിട്ടുള്ളത്. ഒരു കപ്പ് പൊടിക്ക് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പൊടിക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് വെള്ളം തിളപ്പിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാനിത് സാധാരണയായിട്ട് ഈ പൊടി വാട്ടുന്ന സമയത്ത് ഇങ്ങനെ അളന്നിട്ടൊന്നുമല്ല കേട്ടോ വെള്ളം എടുക്കൽ. അപ്പോൾ ഏകദേശം ഒരു വെള്ളം ഒഴിക്കലാണ്, അത് സെറ്റായി റെഡിയായി വരലുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ആർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. പിന്നെ ഞാനിതിൽ കുറച്ച് പാകത്തിനുള്ള ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ നമ്മളടുത്ത് ഓയിലോ വെളിച്ചെണ്ണ എന്താണെന്ന് വെച്ചാൽ ഉള്ളത് അതും കുറച്ച് ഒരു 1/2 ടീസ്പൂൺ അളവിലോ അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ അളവിലോ ഒന്ന് ഒഴിച്ച് കൊടുക്കണം. പിന്നെ ആ വെള്ളം തിളയ്ക്കാൻ വെക്കുന്ന ആ സമയം കൊണ്ട് തന്നെ നമുക്കൊരു കറി റെഡിയാക്കി എടുക്കാം. പിന്നെ ഇൻഡസ് വാലിയിൽ നിന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിട്ടില്ലേനോ, ആ ഒരു കുക്കറാണ് കേട്ടോ അത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കുക്കർ വേണമെങ്കിൽ ഞാനിതിൽ കൂപ്പൺ കോഡ് ഇടാം. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു യൂസർ മാനുവൽ ഉണ്ടാവും, അതിൽ ഇത് എങ്ങനെയൊക്കെ ഉപയോഗിക്കേണ്ടതെന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. പിന്നെ വെള്ളമൊക്കെ നന്നായി വെട്ടി തിളച്ചതിന് ശേഷം മാത്രമേ പൊടി ഇടാവൂ കേട്ടോ. ആ പൊടി ഇട്ടതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നമ്മൾ അതൊന്ന് മൂടി വെക്കണം. അത് ആ പൊടി ഒന്ന് വേവാനുള്ള ആ ഒരു സമയമാണ് കേട്ടോ അത്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അത് മൂടി തുറന്നിട്ട് ഒരു കയ്യിലിൻ്റെ ആ കണ ഉണ്ടാവില്ലേ, അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ തിളച്ച വെള്ളത്തിന് കൂടെ തന്നെ വേവാത്ത ആ പൊടികളൊക്കെ ഉണ്ടാവില്ല, അതെല്ലാം കൂടി ഒന്ന് മിക്സായിട്ട് ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നന്നായിട്ടൊന്ന് കിളരിയെടുക്കുന്നത്. നമ്മൾ കിളരിയെടുക്കുന്ന സമയത്ത് തീ ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ മാത്രം കണ്ടാൽ മതി കേട്ടോ. പത്തിരിയൊക്കെ നന്നായിട്ട് ചുടാൻ അറിയുന്ന ആളുകൾ ഇത് നോക്കേണ്ട ആവശ്യമില്ലേ. ആ പത്തിരിപ്പൊടി കുറഞ്ഞ സമയം ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ കറിക്കുള്ളത് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഗ്രീൻ പീസ് ഞാൻ തലേന്ന് തന്നെ കുതിർത്ത് വെച്ചത് കുറച്ച് അധികമായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതാണ് അങ്ങനെ പാത്രത്തിൽ നിന്ന് കുറച്ച് മാത്രം എടുത്തത്. അപ്പോൾ അത് അതിലേക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കുറച്ച് മതി കേട്ടോ. പിന്നെ ഒരു ചെറിയൊരു ക്യാരറ്റ് ചെറുതാക്കി മുറിച്ചതും 2 പച്ചമുളക്, ഒരു ഉള്ളി ചെറുതാക്കി അരിഞ്ഞത്, ഒരു വലിയ ഉള്ളിയല്ല വെല്ലുള്ളിൻ്റെ ചെറിയൊരു ഭാഗമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതും കൂടി മുറിച്ചിട്ടതിന് ശേഷം ആണ് കേട്ടോ അത് കറി വെക്കേണ്ടത്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും, വേറെ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഇടേണ്ടത് ഞാൻ വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഗ്രീൻ പീസിനൊക്കെ ഉപ്പിടൽ. കാരണം അല്ലെങ്കിൽ ആദ്യം ഉപ്പിട്ടാൽ ചിലപ്പോൾ വെന്ത് വരാൻ താമസിക്കും. പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഒരു 4 വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 4 വിസിലൊക്കെ ആകുമ്പോഴേക്കും നല്ലോണം ഒന്ന് വെന്ത് വരും. തേങ്ങ നരക്കാതെ സിമ്പിളായിട്ട് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ ഇങ്ങനെ. പിന്നെ നിങ്ങൾക്ക് തേങ്ങ അരക്കണമെങ്കിൽ തേങ്ങ അരയ്ക്കുക. തേങ്ങ അരച്ചാലും നല്ല ടേസ്റ്റാണ്, കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ ഇതിനേക്കാളും. പിന്നെ നിങ്ങൾക്ക് തേങ്ങാപ്പാലാണ് ഒഴിക്കണമെങ്കിൽ തേങ്ങേൻ്റെ 1-ാം പാൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ കറി വെക്കുക. നല്ലൊരു അടിപൊളി കറി തന്നെയാണ്. നെയ്സ് പത്തിരിക്കും പിന്നെ അതേപോലെ ഈ നൂൽപുട്ടിനും അങ്ങനത്തെ എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണ്. നമ്മളിത് കുഴച്ചെടുക്കുന്നതിന് മുമ്പ് ഒരുപാട് സമയം അത് പിന്നെ തണുക്കാനായിട്ട് കാത്തിക്കണ്ട കേട്ടോ. അപ്പോൾ കുറഞ്ഞ ഒരു ചൂടോട് കൂടി കുഴക്കുന്നതാണ് നല്ലത്. പിന്നെ നമുക്ക് കൈ ചൂടാണെങ്കിൽ നമ്മൾ നേരത്തെ പൊടി എടുത്ത പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ആ വെള്ളം തന്നെ തൊട്ടിട്ട് ഇത് കുഴച്ചെടുക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. നമ്മൾ കൈ പൊള്ളുകയില്ല. നമ്മൾ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. പിന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ കുഴച്ചാൽ തന്നെയുള്ളൂ നല്ലോണം അങ്ങനെ ഈ പത്തിരി പൊള്ളി വരികയുള്ളൂ. അപ്പോൾ പൊള്ളി വന്നാലാണ് ഈ പത്തിരിക്ക് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഏറ്റവും സൂപ്പർ ഈ നൈസ് പത്തിരിയിലേക്ക് നമ്മളെ ചിക്കൻ കറി തേങ്ങ അരച്ചതാണ്. ചില ആൾക്കാർ ഈ പച്ചരി കഴുകി ഊറ്റിയിട്ട് വെയിലത്ത് വെച്ചിട്ട് ഉണക്കി പൊടിപ്പിച്ചിട്ട് പത്തിരി ചുടുന്നത് കാണലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്ത് നോക്കിയില്ല കേട്ടോ. എനിക്കിഷ്ടം ഇങ്ങനെ ഈ വറുത്ത പത്തിരിപ്പൊടിയാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടമല്ലേ. അപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ അധികം ഇങ്ങനെ വെയിലത്ത് വെച്ചിട്ട് ഉണക്കലാണ്. അപ്പോൾ എനിക്കെന്തോ അതിനോട് അത്ര താല്പര്യമില്ല കേട്ടോ. ഇങ്ങനെ തന്നെ ഇങ്ങനെ പൊടിപ്പിച്ച് വറുത്ത് തങ്ങി പോയിട്ടായിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ശീലമാണല്ലോ. പിന്നെ നമ്മൾ കുഴച്ചെടുത്തത് ഓരോരോ ഉരുളകളാക്കിയിട്ട് അങ്ങനെ മാറ്റിയെടുക്കുകയാണ്. നല്ലോണം ചെറിയ ഉരുളാക്കി എടുത്താൽ മതി കേട്ടോ. അങ്ങനെ ആകുമ്പോഴാണ് പത്തിരി നല്ല നൈസായി കിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെത് ഒരിത്തിരി വലിപ്പം കൂടിയിട്ടുണ്ട്.
നൈസ് പത്തിരി എന്ന് പറയുന്നത് നല്ല ചെറിയ ഉരുളകളാക്കിയതിനെ കൊണ്ടാണല്ലോ, അപ്പോൾ ഇത് ഇത്തിരി ഉരുള വലുതായി പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ഞാൻ പ്രസ്സിൽ വെച്ചിട്ട് ആദ്യം ഒന്ന് പരത്തി എടുക്കുന്നുണ്ട്. പിന്നെ ഈ പ്രസ്സിൽ വെച്ചിട്ട് നേരിട്ടിട്ട് ചുടുകയും ചെയ്യും കേട്ടോ പത്തിരി. പിന്നെ അത് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഞാൻ ഒന്നും കൂടി ടേസ്റ്റ് നമ്മൾ ഈ പ്രസ്സിൽ വെച്ച് പരത്തിയതിന് ശേഷം ഇതേപോലെ പത്തിരി പലകമ്മൽ വെച്ച് പൊടി ഇട്ടിട്ട് ഒന്ന് പരത്തി എടുക്കുന്ന കേട്ടോ. എൻ്റെ മനുവിന് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചുടുന്നത്. ഇങ്ങനെ ഈ പ്രസ്സിൽ വെച്ചിട്ട് നേരിട്ട് ചുടുന്നേക്കാളും എനിക്കിഷ്ടം ഇങ്ങനെ തന്നെയാണ്. പ്രസ്സിൽ വെച്ചിട്ട് അങ്ങനെ ചുട്ടാലും നല്ല പൊള്ളി വരും കേട്ടോ. ഞാൻ അങ്ങനെ തന്നെയാണ് സ്ഥിരമായിട്ട് ചെയ്യൽ. പിന്നെ മനുവിന് ഇങ്ങനെ ഇഷ്ടമായതുകൊണ്ടാണ്. അപ്പോൾ ടേസ്റ്റ് കൂടുതലുണ്ടാവുമല്ലോ, അത് വെച്ചിട്ടാട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ ഞാൻ കാണിച്ചു തരുന്നത്. അധികം ആൾക്കാരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവും. എന്നാലും എളുപ്പത്തിന് നമുക്ക് പ്രസ്സിൽ വെച്ച് തന്നെ പരത്തിയാൽ മതി കേട്ടോ. നല്ല ചെറിയ ഉരുളകളാക്കി എടുക്കാൻ മറന്നു വരുത് കേട്ടോ. ഇത്തിരി ഞാൻ പറഞ്ഞില്ല, ഇത്തിരി വലിപ്പം കൂടിയിട്ടുണ്ട് ഇനി. പ്രസ്സിൽ വെച്ചിട്ട് പരത്തിയെടുത്താൽ പിന്നെ അത് അട്ടിക്ക് വെച്ചാൽ ഒട്ടിപ്പോവും കേട്ടോ. അപ്പോൾ ഇതേപോലെ പൊടി ഇട്ട് പരത്തിയാൽ അത് പ്രശ്നമില്ല, അട്ടിക്ക് വെച്ചാലൊന്നും ഒട്ടിപ്പോവില്ല. പിന്നെ അതാ കണ്ടില്ല ഇങ്ങനെ അട്ടിക്ക് വെച്ചിട്ടുണ്ട്, ഒട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ അതാ ഈ പത്തിരി ചൂടുന്ന ആ ഒരു പാത്രം ഉണ്ടല്ലോ, അത് ഞാൻ അടുപ്പത്ത് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇത് ഞാനിങ്ങനെ ഈ നൈസ് പത്തിരി ചുടാൻ വേണ്ടി മാത്രം എടുക്കുന്ന കേട്ടോ. വേറെ ഒന്നും ചപ്പാത്തി അങ്ങനത്തെ ഒന്നും ഞാൻ അതിൽ ചുടയില്ല. പിന്നെ ചട്ടിപ്പത്തിരിക്ക് ആ ഒരു ഇത് ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് അതും എടുക്കും. അത് ഒന്നാമത്തെ വലിപ്പമുള്ളതായിരിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ പാൻ എടുക്കുന്നത്. പിന്നെ ചുടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ആദ്യം തന്നെ നമ്മൾ പരത്തിയ ഈ പത്തിരി ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ മറിച്ചിടണം കേട്ടോ. ആദ്യത്തത് പിന്നത്തതാണ് രണ്ടാമത്തെ മറിച്ചിടലിനാണ് കുറച്ച് സമയം അവിടെ വെക്കേണ്ടത്. ഫസ്റ്റത്തത് പെട്ടെന്ന് മറിച്ചിടണം, രണ്ടാമത്തെ കുറച്ച് സമയം എടുക്കണം, അത്രയേ ഉള്ളൂ. രണ്ടാമത്തെ മറിച്ചിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിയുമ്പോഴാണ് ഇതിങ്ങനെ മറിച്ചിടുമ്പോൾ പൊള്ളി വരിക കേട്ടോ. അപ്പോൾ അതിൽ കുറച്ചധികം സമയം വെച്ചിട്ടില്ലെങ്കിൽ പൊള്ളി വരില്ല കേട്ടോ. അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. മോൾക്കൊക്കെ ഇത് ഭയങ്കര പ്രധാനമാട്ടോ. നോമ്പ് 30 ദിവസം ഓള് ഈ പത്തിരി തന്നെയാണ് ഉണ്ടാക്കുക. ഇഷുമോന് ഇതാണ് ഇഷ്ടം, പിന്നെ പിയാപ്പിൾക്കും. പിന്നെ വലിയ പൊലച്ചക്ക് വരെ ഈ പത്തിരി തന്നെയാണ് എടുക്കുക. ഞങ്ങളിവിടെ ഡെയിലി പത്തിരി ഒന്നും ചുടില്ല കേട്ടോ. ഞാൻ മാറി എന്നാ ചുടുക. എനിക്കങ്ങനെ ഡെയിലി ആ പത്തിരി അങ്ങനെ ചുടുന്ന അത്ര വലിയ താല്പര്യമില്ല നോമ്പിന്. പിന്നെ പൊലച്ചക്ക് ഞങ്ങൾ ചോറാ തിന്നുക, ഇക്കാക്ക് ചപ്പാത്തിയോ അങ്ങനത്തെ എന്തെങ്കിലുമാണ്. ഇനിയിപ്പോൾ ഏതാനും വിരലിൽ എണ്ണാവുന്ന ദിവസം കൂടി മാത്രമേ ഉള്ളൂ അല്ലേ നമ്മളെ നോമ്പിന്. എല്ലാവർക്കും നല്ല റാഹത്തിലും ആരോഗ്യത്തിലൊക്കെ എല്ലാ നോമ്പും പിടിക്കാനുള്ള ആഫിയത്ത് അള്ളാഹു തരട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഈ പരിശുദ്ധ റമളാൻ മാസത്തിൽ എന്നെയും എൻ്റെ കുടുംബത്തിനെ ഉൾപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുകയാണ് കേട്ടോ. അതേപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ, അപ്പോൾ അവരെയും എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതാണ്. പിന്നെ നമ്മളെ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൽ കടുകും കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ടൊന്ന് വറവിട്ടതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ആദ്യം തന്നെ പറയേണ്ടത് ഇനി നിങ്ങൾക്ക് മറന്നു പോകാതെ ചെയ്യണം. പിന്നെ അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇനി നെഗറ്റീവായാലും പോസിറ്റീവായാലും ധൈര്യമായിട്ട് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്.